Good morning children. എല്ലാവരും പഠിക്കാനായിട്ട് ഹാപ്പി ആയിരിക്കുവാണല്ലോ അല്ലേ? നമുക്ക് EVS ആണ്. EVS ൽ നിന്ന് പഠിക്കേണ്ടത് കണ്ടിന്യൂവേഷൻ ആണ്. പ്രീവിയസ് ക്ലാസ്സിലെ കണ്ടിന്യൂവേഷൻ ആണ് നമുക്ക് പഠിക്കേണ്ടത്. നമ്മൾ ഏതുവരെ പഠിച്ചു നിർത്തി? പോലീസ് സ്റ്റേഷൻ, ഫയർ സ്റ്റേഷൻ അതുവരെ പഠിച്ചു നിർത്തി. ടുഡേ നമുക്ക് പഠിക്കേണ്ടത് ബാങ്ക്, മാർക്കറ്റ്, ലൈബ്രറി. എന്താണ്? മാർക്കറ്റ്, ബാങ്ക്, ലൈബ്രറി അല്ലേ? മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ നിങ്ങൾക്ക്, നിങ്ങൾ പോയിട്ടുണ്ടാവും അല്ലേ? യെസ്, പാരന്റ്സിനോടൊപ്പം പോയിട്ടുണ്ടാവും അല്ലേ? യെസ്, മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാർക്കറ്റ് ഹാസ് മെനി ഷോപ്സ് അല്ലേ? എന്തെല്ലാം വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ക്ലോത്ത്സ്, പിന്നെന്താണ് ബുക്ക് ഷോപ്സ്, ഇഷ്ടംപോലെ ഒത്തിരി സാധനങ്ങൾ മേടിക്കാൻ പറ്റുന്ന സ്ഥലമാണ് മാർക്കറ്റ് എന്ന് പറയുന്നത് അല്ലേ? യെസ്, അത് നമുക്ക് പഠിക്കാം. ദെൻ ലൈബ്രറി. ലൈബ്രറി എന്ന് പറഞ്ഞാൽ എന്താണ്? ബുക്സ് അല്ലേ? ബുക്സ് ആണ്. എന്താണ്? ലൈബ്രറി ഹാസ് ബുക്സ് ഫോർ പീപ്പിൾ ടു റീഡ് ഓർ ബോറോ. നമുക്ക് ടെക്സ്റ്റ് എടുക്കാനും അവിടെ ഇരുന്ന് വായിക്കാനും ടെക്സ്റ്റ് എടുത്ത് വീട്ടിൽ കൊണ്ടുപോയി വായിക്കുവാനും സൗകര്യമുള്ള സ്ഥലമാണ് ലൈബ്രറി. ലൈബ്രറിയൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ലൈബ്രറിയുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് അല്ലേ? യെസ്. ദെൻ ബാങ്ക് പഠിക്കേണ്ടത് എന്താണ്? ബാങ്ക് മണി ട്രാൻസ്ഫറിങ്, പിന്നെ എന്താണ് മണി അവിടെ സേഫ്റ്റി ആയിട്ട് നമുക്ക് സേഫ് ആയിട്ട് അവിടെ കൊണ്ടുപോയി നിക്ഷേപിക്കാം, ഡെപ്പോസിറ്റ് ചെയ്യാം അല്ലെ? അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ബാങ്ക് ഇടപാടുകളുണ്ട് അല്ലെ? നല്ല കാര്യങ്ങളാണ് ബാങ്കിൽ ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ഗുണകരമായ കാര്യങ്ങളാണ് ബാങ്കിൽ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ നമുക്ക് വിശദമായിട്ട് ടെക്സ്റ്റ് വായിച്ച് ടീച്ചർ പറഞ്ഞു തരാം. ഹാർഡ് വേർഡ്സ് ബോർഡിൽ എഴുതിയിട്ടുണ്ട്, അത് എല്ലാവരും നോക്കുക, ശ്രദ്ധിച്ചിരിക്കുക. ടെക്സ്റ്റിൽ ആരും ഇപ്പം നോക്കണ്ട കേട്ടോ. ഓക്കെ ഓക്കെ children, please look here. Market, library, bank, librarian. എന്താണ്? മാർക്കറ്റ്, ലൈബ്രറി, ബാങ്ക്, librarian. Okay, please listen. Market, M-A-R-K-E-T, market. Library, L-I-B-R-A-R-Y, library. Bank, B-A-N-K, bank. Librarian, L-I-B-R-A-R-I-A-N, librarian. Okay children, നമുക്ക് ടെക്സ്റ്റ് വായിക്കാം. All of you take your text. Text page number 133, 133 text page number. Market. A market has many shops. ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത് ഒത്തിരി ഷോപ്പ്, ഒത്തിരി കടകൾ ഉള്ളതാണ്. ഡിഫറൻറ്റ് ഷോപ്സ് സെൽ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ബുക്സ്, ക്ലോത്ത്സ് ആൻഡ് അതർ തിങ്സ് ഓഫ് ഡെയിലി നീഡ്. ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള കാര്യങ്ങളാണ്. എന്താണ്? ഡിഫറൻറ്റ് ഷോപ്സ് സെൽ, വ്യത്യസ്ത തരം ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞത് ഏതൊക്കെയാണ്? ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ബുക്സ്, ക്ലോത്ത്സ് അറിയാലോ. ആൻഡ് ദ അതർ തിങ്സ് ഓഫ് ഡെയിലി നീഡ്സ്. എന്താണ്? ഫ്രൂട്ട്സ് പഴങ്ങൾ, വെജിറ്റബിൾസ് മലക്കറികൾ, ബുക്സ്, ക്ലോത്ത്സ് തുണിത്തരങ്ങൾ, ടെക്സ്റ്റൈൽസ്, അങ്ങനെയുള്ള ഷോപ്സ് ആണ് മാർക്കറ്റിൽ കാണുന്നത്. ഓക്കെ, വൺസ് മോർ ടു റീഡിങ്. എ മാർക്കറ്റ് ഹാസ് മെനി ഷോപ്സ്. ഡിഫറൻറ്റ് ഷോപ്സ് സെൽ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ബുക്സ്, ക്ലോത്ത്സ് ആൻഡ് അതർ തിങ്സ് ഓഫ് ഡെയിലി നീഡ്. Library. A library has books for people to read or borrow. Okay, library കണ്ടോ ഈ പിക്ചർ നോക്കിയേ, look that picture. A library has books for people to read. എല്ലാവർക്കും വായിക്കാൻ വേണ്ടി എന്താണ്? ലൈബ്രറിയാണ്. ലൈബ്രറിയിൽ പുസ്തകങ്ങൾ വായിക്കാൻ എടുക്കാനും പറ്റും അല്ലേ? പോയിരുന്ന് വായിക്കാം, അല്ലെങ്കിൽ എന്താ ചെയ്യുക? പുസ്തകങ്ങൾ എടുത്ത് വീട്ടിൽ കൊണ്ടുപോയിരുന്ന് വായിക്കാം. Read or borrow. A librarian is a person who works in a library. ലൈബ്രറിയിൽ വർക്ക് ചെയ്യുന്ന ആളെ പറയുന്നത് librarian is a person who works in a library. Librarian. Okay, clear. A library has books for people to read or borrow. A librarian is a person who works in a library. Bank. നോക്കിയേ bank. Look this picture, bank ആണ് കണ്ടോ? Okay, then നോക്കിയേ bank. We keep our money and other valuables in a bank for safety. A bank also lends money to people അല്ലേ? എന്താണ്? We keep our money, നമ്മുടെ പണം സൂക്ഷിക്കാനും വാല്യൂബിൾ തിങ്സ് ആയ എല്ലാം, വിലപിടിപ്പുള്ള എന്തും ബാങ്കിൽ സേഫ്റ്റി ആയിട്ട് സുരക്ഷിതമായിട്ട് ബാങ്കിൽ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം, ബാങ്കിൽ കൊണ്ടുവയ്ക്കാം. ബാങ്ക്
also lends money to people. ബാങ്ക് എന്ത് ചെയ്യുന്നു? പീപ്പിൾ ആൾക്കാർക്ക് പണം കൊടുക്കുന്നു അല്ലേ? എ ബാങ്ക് ആൾസോ ലെൻഡ്സ് മണി ടു പീപ്പിൾ. വി കീപ് അവർ മണി ആൻഡ് അതർ വാല്യൂബിൾസ് ഇൻ എ ബാങ്ക് ഫോർ സേഫ്റ്റി. എ ബാങ്ക് ഓൾസോ ലെൻഡ്സ് മണി ടു പീപ്പിൾ. നോട്ട്ബുക്ക് വായിക്കാം. All of you take your notebook, write today's date and day. Then write market, library, bank, librarian. Market അറിയാലോ? മാർക്കറ്റ് എന്താണ്? മാർക്കറ്റ് എല്ലാ സാധനങ്ങളും ഒത്തിരി കടകളുള്ള വിൽക്കുന്ന സ്ഥലങ്ങളാണ് അല്ലേ? ഒത്തിരി കടകൾ ചേർന്ന. ലൈബ്രറി, bank, librarian. Market, MARKET, market. Library, LIBRARY, bank, BANK, bank. Librarian, LIBRARIAN, librarian. നീറ്റായിട്ട് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ എഴുതി ബ്യൂട്ടിഫുൾ ആയിട്ട് എഴുതി ടീച്ചറിന് വാട്സപ്പ് ചെയ്ത് തരണം കേട്ടോ ചിൽഡ്രൻ. ഓക്കെ, ബൈ. Okay, good morning everyone. Okay, നമ്മൾ ഇംഗ്ലീഷിൽ പഠിച്ചുകൊണ്ടിരുന്നത് സ്റ്റോറി ആയിരുന്നു അല്ലേ? ബാക്കി സ്റ്റോറിയാണെന്ന് പഠിക്കാനുള്ളത്. പേജ് നമ്പർ 26 എടുക്കൂ. 26. Okay, listen here. Okay, the learned man said, Princess, here is a great scholar. You can ask him any question, but he will not speak. He will answer only with the gestures. The princess then pointed one finger at the shepherd. The learned man made sign to him. He pointed 2 fingers at her. Then she made more gestures. He replied with gestures. The scholars explained the meaning of the gestures very clearly. The princess thought, what an intelligent man. He shall be my husband. Next day, the princess married him. After the wedding was over, she had a great shock. She found out that the young scholar was an illiterate shepherd. She wept bitterly. She understood that the learned man had tricked her. What was she going to do now? How was she going to live with a foolish husband? At last, she thought of a plan. She said to her husband, go to the Kali temple tonight and bolt the door from inside. At midnight, the goddess Kali will knock on the door and ask you to let her in. Tell her that you will open the door only if she blesses you with wisdom. If the goddess agrees, open the door and let her in. If she does not agree to bless you, don't open the door. അങ്ങനെ എന്തായിരുന്നു, നമ്മുടെ ഷെപ്പേർഡിനെ കൊണ്ട് പാലസിൽ വന്നല്ലേ? പാലസിൽ വന്നു, അവിടെ ഗാർഡ് കാണുന്നു, പ്രിൻസസിൻ്റെ അടുക്കലേക്ക് പറഞ്ഞയക്കുന്നു. പ്രിൻസസ് വിദ്യാവതി എന്ത് ചെയ്യുന്നു, അവരുടെ ആ യങ് മാൻ്റെ ഡ്രസ്സിങ്, ആ ഡ്രസ്സ് ചെയ്യുന്ന ഇതൊക്കെ കണ്ടിട്ട് എന്താണ് ചെയ്യുന്നത്? ഷീ തോട്ട് അനദർ ഫൂൾ ഹാസ് കം ടു ട്രൈ ഹിസ് ലക്ക്. എന്താണ്, മറ്റൊരു വീട്ടിൽ കൂടി ഭാഗ്യം പരീക്ഷിക്കാൻ വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞല്ലേ? അതൊക്കെയായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഓക്കെ. The learned man said, Princess, here is a great scholar. You can ask him any question, but he will not speak. He will answer only with a gesture. എന്താണ് ആ പണ്ഡിതൻ പറഞ്ഞു, എന്താണ്, ഇതൊരു വലിയൊരു സ്കോളറാണ്, രാജകുമാരിക്ക് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അവനോട് എന്തെങ്കിലും ചോദിക്കാം എന്ന് പറഞ്ഞു. പക്ഷെ എന്താണ്, അവൻ സംസാരിക്കില്ല, ആംഗ്യ ഭാഷയിലൂടെ മാത്രമേ ആൻസേഴ്സ് ചെയ്യത്തുള്ളൂ.
The princess then pointed one finger at the shepherd. The learned man made sign to him. He pointed 2 fingers at her. Then she made more gestures. He replied with gestures. അങ്ങനെ എന്താണ് നമ്മുടെ പ്രിൻസസ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ തുടങ്ങിയല്ലേ. എന്താണ് ആദ്യം ഇടയൻ്റെ നേരെ ഷെപ്പേഡിൻ്റെ നേരെ ഒരു വിരൽ ചൂണ്ടി, എന്നിട്ട് എന്താണ് പണ്ഡിതൻ അവന് സൂചനകൾ നൽകി. ഓരോന്നും എന്താണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്നുള്ളത് സൂചനകൾ ഈ പണ്ഡിതൻ ഷെപ്പേഡിന് നൽകി. അതനുസരിച്ച് അവൻ എന്താണ് ആംഗ്യഭാഷയിലൂടെ തന്നെയാണ് മറുപടിയും കൊടുത്തത്. ഓക്കെ. The next, the scholar explained the meaning of the gestures very cleverly. The princess thought, what an intelligent man he shall be my husband. അങ്ങനെ എന്താണ് ഈ സ്കോളർ എക്സ്പ്ലെയിൻ ചെയ്തത്. ആ ഗസ്റ്റേഴ്സൊക്കെ കറക്റ്റായിട്ട് ക്ലെവറായിട്ട് ബുദ്ധിപരമായിട്ട് വളരെ നന്നായിട്ട് ആൻസർ ചെയ്തു. ആംഗ്യഭാഷയിലൂടെ തന്നെയാണ് അതിൻ്റെ അർത്ഥങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞു. അപ്പോൾ രാജകുമാരി എന്താണ് ചിന്തിച്ചത്, എത്ര ബുദ്ധിമാനായ മനുഷ്യനാണ്, ഇൻ്റലിജൻറ്റ് മാനാണ് അവൻ, എൻ്റെ ഭർത്താവായിരിക്കാൻ യോഗ്യനാണ് എന്ന് രാജകുമാരി വിചാരിച്ചു. The next day the princess married him. After the wedding was over, she had a great shock. She found out that the young scholar was an illiterate shepherd. She wept bitterly. She understood that the learned man had tricked her. എന്താണ് അങ്ങനെ അടുത്ത ദിവസം തന്നെ നമ്മുടെ പ്രിൻസസിൻ്റെ മാരേജ് ആയിരുന്നു, കല്യാണം കഴിഞ്ഞു. ആഫ്റ്റർ ദ വെഡിങ് വാസ് ഓവർ, അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞു. ഷീ ഹാഡ് ഗ്രേറ്റ് ഷോക്ക്, അവളൊരു വലിയൊരു ഷോക്കിലായിപ്പോയി. എന്തായിരുന്നു ആ ഷോക്ക്? ഷീ ഫൗണ്ട് ഔട്ട് ഓഫ് ദ യങ് സ്കോളർ വാസ് ആൻ എന്താണ് ആ യങ് സ്കോളർ എന്നൊക്കെ പറഞ്ഞ് വിവാഹം കഴിച്ചയാൾ ഇല്ലിറ്ററേറ്റ് ഷെപ്പേർഡ് ആണെന്നാണ് ആ പ്രിൻസസ് മനസ്സിലാക്കിയത്. She understood that learned men had tricked her. എന്താണ് അങ്ങനെ അവൾക്ക് മനസ്സിലായി, അവളൊരു വലിയ ഞെട്ടലിലായിപ്പോയി. അവനൊരു ഇല്ലിറ്ററേറ്റ് ഷെപ്പേർഡ് ആണെന്നറിഞ്ഞപ്പോൾ അവൾക്ക് അവളുടെ സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. She wept bitterly. അവൾ വിങ്ങി പൊട്ടാൻ തുടങ്ങി. What was she going to do now? How was she going to live with a foolish husband? At last she thought of a plan. She said to her husband, "Go to the Kali temple tonight and bolt the door from inside. At midnight, the goddess Kali will knock on the door and ask you to let her in. Tell her that you will open the door only if she blesses you with wisdom. If the goddess agrees, open the door and let her in. If she does not agree to bless you, don't open the door." അങ്ങനെ അവൾക്ക് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതായിപ്പോയല്ലേ. വാട്ട് വാസ് ഷീ ഗോയിങ് ടു ഡു, എന്താണ് അവൾ ഇനി ചെയ്യാൻ പോകുന്നത്, അവൾ എങ്ങനെയാണ് ഈ ഫൂളിഷായ ഹസ്ബൻഡിൻ്റെ കൂടെ ജീവിക്കുന്നത് എന്നൊക്കെയുള്ള ഒരുപാട് ചിന്തകളായിരുന്നു അവൾക്കുണ്ടായിരുന്നത്. അറ്റ് ലാസ്റ്റ് ഷീ തോട്ട് എ പ്ലാൻ. അങ്ങനെ അവൾ ആലോചിച്ച് ഒരു തീരുമാനത്തിൽ ഒരു പദ്ധതി അവൾ ആലോചിച്ചു. അവളെ ഭർത്താവിനോട് എന്താണ് പറഞ്ഞത്, ഹസ്ബൻഡിനോട് പറഞ്ഞു, "Go to the Kali temple tonight and bolt at the door from inside." നിങ്ങൾ എന്ത് ചെയ്യണം, ആ കാളി ടെമ്പിളിൽ പോകണം. ഇന്ന് രാത്രി കാളി ക്ഷേത്രത്തിൽ അകത്ത് നിന്ന് വാതിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ലോക്ക് ചെയ്യുക. ഓക്കെ, ലോക്ക് ചെയ്യാൻ പറയുന്നു. At midnight, the goddess Kali will knock on the door and ask you to let her in. അപ്പം എന്താണ്, പാതിരാത്രി ആവുമ്പോഴത്തേക്കും അർദ്ധരാത്രിയിൽ ആ ദേവി വാതിലിൽ മുട്ടുകയും എന്താണ് അവളെ അകത്ത് കടത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യും. Tell her what you will open the door only if she blesses you with wisdom. If the goddess agrees, open the door and let her in. If she does not agree to bless you, don't open the door. എന്താണ് പറഞ്ഞത്, വിദ്യാവതി പറഞ്ഞു, നിങ്ങളിന്ന് രാത്രിയിൽ നമ്മുടെ കാളി ടെമ്പിളിൽ പോവുക, അകത്തുനിന്ന് ഡോർ ലോക്ക് ചെയ്യുക. മിഡ് നൈറ്റ് ആവുമ്പോൾ അവിടെ ആര് വരും, ഗോഡസസ് വരും. ഡോറ് എന്താണ് നോക്ക് ചെയ്യും, തട്ടുമ്പോൾ എന്ത് ചെയ്യണം,
അവളോട് അവർ നിങ്ങളെ ജ്ഞാനപൂർവ്വം അനുഗ്രഹിക്കുകയാണെങ്കിൽ, ബ്ലെസ് ചെയ്യുകയാണെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക? ഡോറ് തുറക്കുക. അല്ലെങ്കിൽ വിസമ്മതിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല? ഡോറ് ഓപ്പൺ ചെയ്യാൻ പാടില്ല. അപ്പോൾ ദേവി സമ്മതിക്കുന്നുവെങ്കിൽ വാതിൽ തുറന്ന് കാളിദേവിയെ അകത്തേക്ക് വിടുക. ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? സമ്മതിക്കുന്നില്ല, അതായത് അനുഗ്രഹിക്കാൻ സമ്മതിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ഡോർ ഓപ്പൺ ചെയ്യാൻ പാടില്ല. ഇത് രാജകുമാരി പറഞ്ഞത് അതുപോലെ തന്നെ ആട്ടിടയൻ ചെയ്തു. ദേവി വന്നപ്പോൾ അവനെ അനുഗ്രഹിക്കാൻ സമ്മതിച്ചു. ഓൾ ഓഫ് യു ടേക്ക് യുവർ നോട്ട് ബുക്സ്. നമുക്ക് ഹാർഡ് വേർഡ്സ് നോട്ടിലോട്ട് എഴുതാം. ഓക്കെ. വെഡ്ഡിങ്, ട്രിക്ക്, ലാംഗ്വേജ്, പ്രൗഡ്. വെഡ്ഡിങ്, WEDDING, വെഡ്ഡിങ്. ട്രിക്ക്, TRICK, ട്രിക്ക്. ലാംഗ്വേജ്, LANGUAGE, ലാംഗ്വേജ്, LANGUAGE, ലാംഗ്വേജ്. പ്രൗഡ്, PROUD, പ്രൗഡ്. വെഡ്ഡിങ്, ട്രിക്ക്, ലാംഗ്വേജ്, പ്രൗഡ്. വെഡ്ഡിങ്, WEDDING, വെഡ്ഡിങ്. ട്രിക്ക്, TRICK, ട്രിക്ക്. ലാംഗ്വേജ്, LANGUAGE, ലാംഗ്വേജ്. പ്രൗഡ്, PROUD, പ്രൗഡ്. അപ്പോൾ 5 times നീറ്റായിട്ട് നോട്ടിൽ എഴുതി ടീച്ചറിൻ്റെ നോട്ട്സ് കാണിക്കുക. ഓക്കെ. Hello, good morning children. How are you all? Fine. Did you have your breakfast? Yes. Okay, today we are going to learn GK. നമ്മൾ എന്താണ് GK ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു ടെസ്റ്റ് പേപ്പർ ഉണ്ട്, അത് പറഞ്ഞതിന് ശേഷം നമുക്ക് ലെസണിലേക്ക് പോകാം. ഓക്കെ. ടെസ്റ്റ് പേപ്പർ 1, 22nd October 2021, lesson 7, everyday machines. Then lesson 9, board games. അപ്പോൾ ഇതെന്താണ്, നമ്മൾ ഫസ്റ്റ് ടൈമിൽ ലെസൺ ആയിരുന്നു. അപ്പോൾ ഇത് നന്നായിട്ട് നിങ്ങൾ പഠിക്കണം, നോട്ട്സ് പഠിക്കണം, ടെക്സ്റ്റ് പഠിക്കണം, അതിലുള്ള ഹാർഡ് വേർഡ്സ് എല്ലാം നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. ഓക്കെ ചിൽഡ്രൻ, നമ്മൾ പഠിക്കാൻ പോകുന്ന ലെസൺ ഏതാണ്? ലെസൺ 5, ദ ഇൻസെക്ട് വേൾഡ്. ഇൻസെക്റ്റുകളെ കുറിച്ചാണ് ഈ ലെസണിൽ പഠിക്കുന്നത്. നിങ്ങൾക്ക് അറിയാവോ ഇൻസെക്ട്? ഷഡ്പദങ്ങൾ എന്ന് പറയും. പേരുകൾ അറിയാവോ? അറിയാം അല്ലേ? ഒന്ന് പറഞ്ഞേ, ഇൻസെക്റ്റിന്റെ പേര് പറഞ്ഞേ. ആൻഡ്, മസ്കിറ്റോ, ഗ്രാസ് ഹോപ്പർ, അങ്ങനെ കുറച്ച് നമ്മൾ പേരുകളൊക്കെ പഠിച്ചിട്ടുണ്ട്. ഈ ലെസണിൽ എന്താണ് അതിന്റെ പ്രത്യേകതകളാണ് പഠിക്കുന്നത്, ഇൻസെക്റ്റുകളുടെ പ്രത്യേകതകൾ. അപ്പൊ നമുക്ക് ഹാർഡ് വേർഡ്സിലേക്ക് പോകാം. ലെസൺ 5, ദ ഇൻസെക്ട് വേൾഡ്. ഗ്രാസ് ഹോപ്പേഴ്സ്, GRASSHOPPERS, ഗ്രാസ് ഹോപ്പേഴ്സ്. ഹൗസ് ഫ്ലൈസ്, HOUSEFLIES. Mosquitoes, MOSQUITOES. Termites, TERMITES. നമുക്ക് ടെക്സ്റ്റിലേക്ക് പോകാം. Lesson 5, the insect world. Look at the pictures and instructions given. Identify the creatures with the help of the given clues. നമ്മൾ എന്താണ് ഇൻസെക്റ്റുകളെ കുറിച്ചാണ് ഈ ലെസണിൽ പഠിക്കുന്നത്. ഇൻസെക്റ്റുകളുടെ പ്രത്യേകതകൾ തന്നിട്ടുണ്ട്, പിന്നെ എന്താണ് പേരുകൾ വരുന്ന ക്ലൂസും ഉണ്ട്. അപ്പോൾ ആ ക്ലൂസ് നോക്കിയിട്ട് ഓരോ ഇൻസെക്റ്റിൻ്റെയും പേരെന്താണെന്ന് കണ്ടുപിടിച്ച് ആ ലെറ്റർ ഇവിടെ എഴുതണം. ഏത് ഓപ്ഷനാണെന്ന് നോക്കിയിട്ട് ആ ലെറ്റർ ഇവിടെ എഴുതണം. ഫസ്റ്റ് വൺ, ദേ ഫീഡ് ഓൺ ദ ബഗ്സ് ദാറ്റ് ഡിസ്ട്രോയ് അവർ പ്ലാന്റ്സ്. അത് ഈ കാണിച്ചിരിക്കുന്ന ഇൻസെക്റ്റ് എന്ത് ചെയ്യും? ബഗ്സുകളെ പിടിച്ച് തിന്നും. ആ ബഗ്സുകൾ എന്താണ്? നമ്മുടെ പ്ലാന്റ്സ് ഒക്കെ ഇല്ലാതാക്കുന്നതാണ്. ആ ബഗ്സുകളെ തിന്നുന്ന ഈ ഇൻസെക്റ്റിൻ്റെ പേരെന്താണെന്നാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് അറിയാമായിരിക്കും, കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇതിൻ്റെ പേരെന്താണ്? ലേഡി ബേർഡ്സ് എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ പേരെന്താണ്? ലേഡി ബേർഡ്സ്. ഡി ആണ്, ഡി. LADYDIRDS, ലേഡി ബേർഡ്സ്. ഡി ആണ്, ഇവിടെ ഡി എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ പേരെന്താണ്? ലേഡി ബേർഡ്സ്, ലേഡി ബേർഡ്സ്. The second one,
നമ്മൾ അടുത്തൊരു ഇൻസെക്റ്റിനെ കുറിച്ച് പറയുകയാണ്. അതിൻ്റെ പ്രത്യേകതയാണ് ദേ ഗിവ് അസ് സിൽക്ക്. നമുക്ക് സിൽക്ക് തരുന്നു. പട്ടുനൂൽ, സിൽക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? പട്ടുനൂൽ. പട്ടുനൂൽ വെച്ച് എന്താണ്? പട്ട് വസ്ത്രങ്ങൾ ഉണ്ടാക്കും. പട്ടിലുള്ള വസ്ത്രങ്ങൾ ഉണ്ടാക്കും. അതിൻ്റെ പേരെന്താണെന്നാണ് ചോദിക്കുന്നത്. ഇതൊരു ഇൻസെക്റ്റ് ആണെന്നറിയാം. അപ്പം ഈ ഇൻസെക്റ്റിൻ്റെ പേരാണ് പറയേണ്ടത്. ദിസ് ഈസ് സിൽക്ക് വോംസ്. ദിസ് ഈസ് സിൽക്ക് വോംസ്. SILKWORMS. സിൽക്ക് വോംസ്. നമുക്ക് എന്താണ് കിട്ടുന്നത്? ഈ പട്ടുനൂൽ പുഴുവിൽ നിന്ന് നമുക്ക് എന്താണ് കിട്ടുന്നത്? സിൽക്കാണ് കിട്ടുന്നത്. ഇതിന് പറയുന്ന പേര് സിൽക്ക് വോംസ് എന്നാണ്. ഓക്കെ, സിൽക്ക് വോംസ് എഫ് ആണ്. എഫ്. ഇതിന് പറയുന്ന ഒരു പേരെന്താണ്? സിൽക്ക് വോം. തേർഡ് വൺ, വിച്ച് ഇൻസെക്റ്റ് ഈസ് ദിസ്? ദിസ് ഈസ്, നമുക്ക് അതിൻ്റെ പ്രത്യേകത നോക്കാം. ദേ ഡു നോട്ട് ബൈറ്റ്. ഇതൊരു ഇൻസെക്റ്റാണ്. ഈ ഇൻസെക്റ്റ് ആരെയും ഉപദ്രവിക്കില്ല, കടിക്കില്ല. ഏത് ഇൻസെക്റ്റാണിത്? ദിസ് ഈസ് ഹൗസ് ഫ്ലൈസ്. ദിസ് ഈസ് ഹൗസ് ഫ്ലൈസ്. HOUSEFLIES. ഹൗസ് ഫ്ലൈസ്. സി ആണ്, ഓപ്ഷൻ സി. ഇത് ഈച്ച, നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ഈച്ച. ഇതിനെയാണ് എന്ത് പറയുന്നത്? ഹൗസ് ഫ്ലൈ എന്ന് പറയുന്നത്. ഇതൊരു ഇൻസെക്റ്റാണ്. ഇതാരെയും കടിക്കൂല. ദ നെക്സ്റ്റ് വൺ, ദ ഫീമെയിൽസ് suck our blood and they are often carriers of diseases. എന്താണ് ഇതിലെ ഫീമെയിലായിട്ടുള്ള ഈ ഇൻസെക്റ്റ് മനുഷ്യരിൽ നിന്നും ബ്ലഡ് വലിച്ചു കുടിക്കും. പിന്നെ എന്താണ്? ഇവർ അസുഖം വഹിച്ചുകൊണ്ട് നടക്കുന്നവരായിരിക്കും. ഈ ഇൻസെക്റ്റ് അസുഖവാഹകരാണ്. അത് ഏത് ഇൻസെക്റ്റാണ്? നിങ്ങൾക്കറിയാം. ഇതിൻ്റെ പേരെന്താണ്? നമുക്ക് നോക്കാം. ദീസ് ആർ മസ്കിറ്റോസ്. മസ്കിറ്റോസ്. ഓക്കെ, MOSQUITOES. അപ്പോൾ ഓപ്ഷൻ ഇ ആണ്. ഓക്കെ, ദിസ് ഇസ് മസ്കിറ്റോ. The next one, fifth one, they hide in the grass because their color helps them meld into the background. ഇവരെന്താണ് ഈ ഇൻസെക്റ്റിനെ നോക്കൂ. ഈ ഇൻസെക്റ്റ് എന്താണ് ചെയ്യുന്നത്? പുല്ലിനിടയിലൊക്കെ ഒളിച്ചിരിക്കും. ഒളിച്ചിരുന്നാൽ ആർക്കും അത് മനസ്സിലാക്കാൻ പറ്റൂല. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടുമായിട്ട് മാച്ചായിരിക്കും. അത് ഏത് ഇൻസെക്റ്റ് എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ നോക്കൂ, ഇത് ഏത് ഇൻസെക്റ്റാണ്? ദീസ് ആർ ഗ്രാസ് ഹോപ്പേഴ്സ്. ഗ്രാസ് ഹോപ്പേഴ്സ്. GRASSHOPPERS. grasshoppers. Okay, B. Then next is 6. Number 6, they feed on wood and destroy buildings. വുഡാണ് ഇവരുടെ ഫുഡ്. അവരുടെ ഫുഡ്, ഈ ഇൻസെക്റ്റിൻ്റെ ഫുഡ് എന്ന് പറഞ്ഞാൽ എന്താ? വുഡാണ്. അപ്പോൾ എന്ത് ചെയ്യും? ബിൽഡിങ്ങിലുള്ള വുഡൊക്കെ തിന്നിട്ട് ബിൽഡിംഗ് എന്ത് ചെയ്യും? നശിപ്പിക്കും. അത് ഏത് ഇൻസെക്റ്റ് എന്നാണ് ചോദിക്കുന്നത്. നമ്പർ 6, ദീസ് ആർ ടെർമൈറ്റ്സ്. ദീസ് ആർ ടെർമൈറ്റ്സ്. G. ഇതിനെ എന്താണ് പറയുന്നത്? ചിതൽ എന്നാണ് പറയുന്നത്. ചിതൽ. ഇതിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ടെർമൈറ്റ്സ്. അപ്പോൾ എന്താ? നമ്മൾ ഓപ്ഷൻ ജി എഴുതി. നെക്സ്റ്റ്, ലുക്ക് ഹിയർ. ദിസ് ഇസ് ആൻ ഇൻസെക്റ്റ്. നമുക്ക് നോക്കാം, അതിൻ്റെ പ്രത്യേകത നോക്കാം. ദേ പ്രൊഡ്യൂസ് ഹണി. അവരെന്താണ്? തേൻ ഉൽപ്പാദിപ്പിക്കുന്നു. അത് ഏത് ഇൻസെക്റ്റാണ് തേൻ ഉൽപ്പാദിപ്പിക്കുന്നത്? നമുക്ക് നോക്കാം. ദീസ് ആർ ബീസ്. ദീസ് ആർ ബീസ്. എ ആണ്. A.
ഓക്കെ, ഹണി ബി എന്നും പറയും. ബീസിന് എന്താണ് ഹണി ബി എന്നും പറയും, ഹണി ബീസ്. ഓക്കെ, അപ്പോൾ നമുക്കൊന്നുകൂടെ നോക്കാം. ഫസ്റ്റ് വൺ, ദേ ഫീഡ് ഓൺ ദ ബഗ്സ് ദാറ്റ് ഡിസ്ട്രോയ് അവർ പ്ലാന്റ്സ്. ഡി ആണ് ലേഡി ബേർഡ്സ്. ദേ ഗിവ് us സിൽക്ക്. എഫ് ആണ് സിൽക്ക് വോംസ്. The third one, they do not bite. C ആണ് house flies. Next one, the fourth one, the females suck our blood and they are often carriers of diseases. E ആണ് mosquitoes. 5, they hide in the grass because their color helps them meld into the background. B ആണ് grasshoppers. They feed on wood and destroy buildings. These are termites. G ആണ് termites. Next one, the seventh one, they produce honey. A ആണ് ഓപ്ഷൻ എ ആണ് bees. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താണ് ഇതിൻ്റെ ഈ ഇൻസെക്റ്റുകളുടെ പ്രത്യേകതകൾ പഠിക്കണം, അതിൻ്റെ പേരുകളും പഠിക്കണം. Okay children, lesson 5, the insect world. Grasshoppers, grasshoppers. Houseflies, houseflies. Mosquitoes, mosquitoes. Termites, termites. Fill up. The dash feed on the bugs that destroy our plants. Ladybirds. The second one, the dash gives us silk, silkworms. The dash feed on wood and destroy buildings. Termites. Then answer the following. Name any 4 insects. Name any 4 insects. Bees, grasshoppers, mosquitoes, termites. Second one, which insect produce honey? Bees. Which insect hide in the grass? Grasshoppers. അപ്പോൾ നിങ്ങൾ എന്താണ് ഇത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതണം, ഹാർഡ് വേർഡ്സ് എല്ലാം റഫ് നോട്ടിലും എഴുതി പഠിക്കണം. ഓക്കെ ചിൽഡ്രൻ, ബൈ.